വെരി ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആരും സിമ്പിളായിട്ട് എടുക്കരുത്. ഒരു 4 മിനിറ്റ് ഉണ്ടാവും, എന്തായാലും കേട്ടേ പറ്റൂ അവസാനം വരെ. ഇന്നലെ അഖിൽ മാരാർ ഒരു പോസ്റ്റ് ഇട്ടു. ബിഗ് സല്യൂട്ട് അഖിൽ മാരാറിന്. കാരണം ആ കാണിച്ച ചങ്കൂറ്റത്തിന്. എനിക്ക് പറയാനുള്ളത്, അഖിൽ മാരാർ 3-4 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, സ്ത്രീകൾ കൂടെ കിടക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ്. പൊലയാടി മക്കളെ. കാരണം ഞാനിത് കേട്ടിട്ടുണ്ട്. ഒരു കണ്ടസ്റ്റൻ്റ് എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അൺഫെയർ എവിക്ഷൻ. ആര് ജയിക്കും ആര് തോക്കുന്നു ഇവർ മുൻകൂട്ടി. ഈ വോട്ടിടുന്ന ഈ കാണുന്ന ജനങ്ങളുടെ ഷോ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പൊട്ടന്മാരും അല്ലേ. മൂന്നാമത്തെ കാര്യം, സിബിന് ഡ്രഗ്സ് കൊടുത്തു എന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഉറപ്പുണ്ട് അതിൽ. ബിക്കോസ് സിബിൻ എന്നെ പറയുന്നുണ്ട് ഞാൻ പുറത്ത് പോകുന്നു പറഞ്ഞിട്ടില്ല, അവിടെ നിൽക്കണം തന്നെ പറഞ്ഞതാണ്. അപ്പം ഇവർ സ്വാർത്ഥ. നിങ്ങൾ ചിന്തിച്ചു നോക്കും. റോക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. സിജനെ കൊണ്ട് മനഃപൂർവ്വം റോക്കിനെ കൊണ്ട് അടുപ്പിച്ചാണ്. കാരണം അത്ര പ്രശ്നം നടക്കുമ്പോൾ ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞോ റോക്കി മിണ്ടാണ്ടിരിക്കും എന്തെങ്കിലും പറഞ്ഞു? ഒന്നുമില്ല, അടിക്കാൻ വേണ്ടി സിജനോട് പറഞ്ഞു കൊടുത്താണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബിക്കോസ് റോക്കി അടിച്ച് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കൺഫ്യൂഷൻ റൂമിൽ വരിക എന്ന് വിളിക്കുക. കാരണം എന്താ, റോക്കിക്ക് സപ്പോർട്ട് ഉണ്ട്. റോക്കി ഫസ്റ്റ് വാങ്ങുന്ന ഉറപ്പുള്ളത് കൊണ്ട് പുറത്താപ്പിച്ചു. രണ്ടാമത്തെ കാര്യം ഞാൻ പറയട്ടെ, രജിത് സാർ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മുളക് തേച്ചതിൻ്റെ പേരിൽ പുറത്തായി. എന്തുകൊണ്ട്? ജയിക്കുന്ന ഉറപ്പായതുകൊണ്ട്. ഡോക്ടർ റോബിൻ തള്ളിയതിൻ്റെ പേരിൽ. അതിനു മുമ്പ് റിയാസ് തള്ളിയിട്ടുണ്ട്, അത് വിഷയമല്ല. റോബിൻ പുറത്തായി പോയി ജയിക്കും എന്നുള്ളത് കൊണ്ട്. മണിക്കുട്ടനും അങ്ങനെയായിരുന്നു. പക്ഷെ മണിക്കുട്ടൻ ലാലേട്ടൻ്റെ ഫേവർ ആയതുകൊണ്ടായിരിക്കാം തിരിച്ചു വിളിച്ചത്. ഇതിവരുടെ സ്ഥിരം പരിപാടി. അപ്പോൾ ഈ ജനങ്ങൾ നമ്മളാരാ പൊട്ടന്മാരാണോ? നമ്മളെന്താ മണ്ടന്മാരാണോ? ഈ പറഞ്ഞതൊക്കെ ഉള്ളതാണെങ്കിൽ ജനങ്ങളുടെ വോട്ട്. അതുപോലെ അൺഫെയർ എവിക്ഷൻ. നമ്മൾ ചിന്തിക്കും ഇന്ന ആളാണ് പുറത്ത് പോകുന്ന വേറെ ആളാണ്. അപ്പോൾ ജനങ്ങളത്തെ പൊട്ടന്മാരാണോ? ജനങ്ങൾക്ക് എന്ത് പുല്ല് വിലയാണ്? അങ്ങനെയുള്ള ഷോ ഇവിടെ പോകണ്ട. ജനങ്ങളുടെ പവർ എന്താ നമ്മൾ കാണിച്ചു തരും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ലാലേട്ടൻ സിബിനോട് വന്ന് പറഞ്ഞു ഇങ്ങനെ കാണിച്ചത് വലിയ സംഭവം. ഇപ്പോൾ പുറത്ത് എല്ലാവരും പറഞ്ഞു എന്ന്. ആരും പറഞ്ഞിട്ടില്ല, പറഞ്ഞു എന്ന് പറഞ്ഞു. ഓക്കെ, പുറത്ത് പറയുന്ന കാര്യം ലാലേട്ടൻ അത്ര സീരിയസ്ലി എടുക്കുവാണെങ്കിൽ ഈ ജാസ്മിൻ ഗബ്രി കെട്ടിപ്പിടിച്ച് ഇവിടെ കാണിക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അതിനേക്കാളും 10 ഇരട്ടി ലക്ഷക്കണക്കിന് ആൾക്കാർ പറയുന്നുണ്ട് നമുക്ക് മടുത്തുപോയി എന്ന് പറഞ്ഞിട്ടും നിങ്ങളത് സൂചിപ്പിച്ചോ. അപ്പം ജനങ്ങൾക്ക് എന്ത് വാല്യൂ ആണ്? അപ്പം ജനങ്ങൾ പറഞ്ഞിട്ടല്ല, നിങ്ങളുടെ മെയിൻ ആൾ പറഞ്ഞിട്ടാണ് നിങ്ങൾ സിബിനെ ഔട്ടാക്കിയത്. ജനങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾ പറയുന്നു ഈ ജാസ്മിൻ ഗബ്രിയുടെ കാണാൻ വയ്യ, മടുത്തു. ഞാൻ പിന്നെ ജാസ്മിൻ എനിക്ക് പേഴ്സണൽ അറിയാം, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇത് മടുത്തു എന്ന് ജനങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അതിന് വാല്യൂ വെക്കാണ്ട് സിബിന് നമ്മളൊന്നും പറയാത്ത സിബിനിങ്ങനെ കാണിച്ച് ജനങ്ങൾ പറഞ്ഞു, ജനങ്ങൾക്ക് നിങ്ങൾ ജനങ്ങൾ പറഞ്ഞു ഭയങ്കര വാല്യൂ ആണല്ലോ. അപ്പോൾ ഇവിടെയില്ല ജനങ്ങൾക്ക് വാല്യൂ അല്ല. ഇതൊക്കെ നിങ്ങളുടെ പ്ലാനാണ്. എനിക്ക് ലാലേട്ടനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഉളുപ്പില്ല ഇങ്ങനത്തെ ഒരു ഷോയിൽ? ഇപ്പോഴാണ് മമ്മൂക്കനൊക്കെ റെസ്പെക്ട് തോന്നുന്നത്. എനിക്ക് പറയാനുള്ളത്, ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഏഷ്യാനെറ്റല്ല ഏത് തലപ്പത്തിരിക്കുന്നതാണെങ്കിൽ ഐ ഡോണ്ട് കെയർ. പൊലിയാടി മക്കളെ വെറുതെ വിടരുത്. കാരണം ഈ ജനങ്ങൾ എന്താ പൊട്ടന്മാരാണ്. ഇതുവരെ നമ്മൾ വോട്ടിട്ട് നമ്മൾ ഇതുവരെ കണ്ട നമ്മളൊക്കെ എന്ത് മണ്ടന്മാർ. ഞാൻ ഏറ്റവും എൻ്റെ വലിയ ഡ്രീമാണ് ബിഗ് ബോസ്. ഈ പ്രാവശ്യം വരെ ഞാൻ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇൻ്റർവ്യൂ വരെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവസാനം എന്നോട് ചോദിച്ചപ്പോൾ നിൻ്റെ എന്താണ് ഇവിടെ വരുന്ന തോട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഗാംബ്ലിങ്ങിനെ എതിർക്കണം. കാരണം ഗാംബ്ലിങ്ങിൽ ഞാനും അനുഭവിച്ച വ്യക്തിയാണ്. എത്രയോ പേര് സൂയിസൈഡ് എടുത്തിട്ടുണ്ട്. അതിന് ശക്തമായി എതിർക്കണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ റിജക്ട് ചെയ്തു. വൈ? സ്പോൺസർഷിപ്പ് ഉണ്ടായിരിക്കും ഗാംബ്ലിങ്ങിൻ്റെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അതെൻ്റെ മാറ്റർ അല്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ ജനങ്ങൾ ഇതൊരു പൊട്ടനാക്കുകയാണെങ്കിൽ, അന്ന് ഡോക്ടർ റോബിൻ പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു, അയാളെ തള്ളിക്കളഞ്ഞു. ഇപ്പോൾ എന്തായി? ഈ 3 കാര്യം മെയിൻ, അൺഫെയർ എവിക്ഷൻ, ക്യാഷ് കൊടുത്തിട്ട് നിങ്ങൾ ഒരാളെ വിജയിപ്പിക്കുകയാണെങ്കിൽ പിന്നെ എന്തിന്? ഇതൊക്കെ തെളിവ് തന്നെയാണ്. സിബിനെ ഇത്ര ജനങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് വിഷയമല്ല. നിങ്ങൾക്ക് സിബിനെ മാനസികമായിട്ട് അവൻ പറയുന്നു ഞാൻ പുറത്ത് പോയിട്ടില്ല, പിന്നെ ഡ്രഗ്സ് കൊടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഉള്ളതാണെങ്കിൽ ഈ ഷോ പൂട്ടിക്കും. ജനങ്ങളുടെ വാല്യൂ എന്താ നിങ്ങൾ കാണിച്ചു തരും. ജനങ്ങൾ എന്താ പൊട്ടന്മാരാണെന്ന് മിണ്ടാൻ അറിയില്ല എന്ന് വിചാരിച്ചോ. എന്തെങ്കിലും കമൻറ്റ് ഇട്ടാൽ നമ്മൾ ഇവർ പുല്ല് വില വെക്കൂല. ഇവർ ചില പുറത്താക്കും. നമ്മളെ കമൻസിനൊന്നും വാല്യൂ ഇല്ല. നമ്മളെ കമൻസിന് വാല്യൂ നമ്മൾ ഉണ്ടാക്കും. പിന്നെ ഇതിനൊരു എവിക്ഷൻ നടക്കുന്നുണ്ടെങ്കിലും വോട്ട് വരെ നമ്മൾക്ക് കാണിക്കണം. ജനങ്ങളുടെ ഷോ ആണെന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ജനങ്ങൾക്ക് കാണിക്കണം എത്ര വോട്ട്, ആരാണ് പുറത്താവുന്നത്, കൃത്യമായിട്ട് കാണിക്കണം. നിങ്ങളുടെ ഒരു തട്ടിപ്പും ഇനി ഇവിടെ നടക്കാൻ പോകുന്നില്ല. ജനങ്ങളെ മണ്ടന്മാരാക്കിയിട്ട് നിങ്ങൾ എന്താ വിചാരിച്ച് ജനങ്ങൾക്ക് പുല്ല് വിലയാണെന്നോ? നിങ്ങൾ ഏത് മറ്റെടുത്തവരാണെങ്കിലും ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്, വിടത്തില്ല ഒരു ജനങ്ങളും. തട്ടിപ്പായിട്ട് നിങ്ങളുടെ ഷോ ഇനി മുമ്പോട്ട് പോവില്ല. എനിക്കറിയില്ല ഇതിന് ആൾക്കാർ എനിക്ക് നെഗറ്റീവ് ആവാൻ ഇടും, എനിക്കറിയില്ല. ഐ ഡോണ്ട് കെയർ. ബട്ട് എനിക്ക് വരുന്ന ദേഷ്യത്തിലുണ്ടല്ലോ ഇപ്പോൾ, ബിക്കോസ് ഞാൻ അത്ര ആഗ്രഹിച്ച പ്ലാറ്റ്ഫോം ആയിരുന്നു. ഇതിങ്ങനെ തട്ടിപ്പാണെങ്കിൽ ഈ ഒരുത്തനെയും പച്ചക്കിരുന്ന് കത്തിക്കണം. പാന്ന മക്കളെ.